നിങ്ങളൊന്നോ ചിരിക്കും മനുഷ്യന്മാരെ. റമളാൻ മാസല്ലേ, തൊലാഖത്തുൽ വജ്ഹി മിനസ് സ്വദഖ റസൂലുള്ളാഹി. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കൽ സ്വദഖയാന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചിന്തിക്കണം. അപ്പൊ തീറ്റക്കാരൻ റപ്പായി ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ, അപ്പൊ റപ്പായെ പോലത്തെ ആളുകൾ, തീറ്റ റപ്പായെ പോലത്തെ ആളുകൾ, അൻ എക്സാമ്പിൾ, റപ്പായി മാത്രം ഉദ്ദേശിക്കണില്ല, അങ്ങനത്തെ ആളുകൾ, ഞാൻ ഉദാഹരണം മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഉള്ളൊരു പേര് ആയതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ എന്ത് ഇവിടെ ഉണ്ടോ? അങ്ങനെ ആകട്ടെ, അങ്ങനെ ശ്രദ്ധിക്ക്. അങ്ങനത്തെ ആളുകൾ കയറി വരിക എന്ന് അവർ ഭക്ഷണത്തളികന്റെ മുന്നിലെത്തിയാൽ എന്തായിരിക്കും താല്പര്യം? ഭക്ഷണത്തളികയുടെ മുന്നിൽ റഹ്മത്തുള്ള മൗലവിയും അബ്വാജിയും പിന്നെ ഉമർ പൈസും ഇങ്ങനെയുള്ള ഒരു 10 ആളുകൾ ഇരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ 10 ആളുകൾ ഇരുന്നാൽ ഭക്ഷണത്തളികയിൽ മാന്യത അല്ലാതൊന്നും ചെയ്യൂല. എന്തുകൊണ്ട്? നമുക്ക് അതിനുള്ള ആദാബുകൾ അറിയാം. നേരെ മറിച്ച് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞത് പോലെയുള്ള കുറച്ച് ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് മുന്നിലെത്തിയാൽ എന്തായിരിക്കും അവരവസ്ഥ? ഒരു 100 ഇഡ്ഡലി മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഓരോരുത്തരും അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് പോളിംഗ് പരമാവധി ശതമാനം കൂട്ടണം എന്നാ. യുദ്ധം കഴിഞ്ഞാലും യുദ്ധം ചെയ്യണം, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന കാര്യത്തിൽ അമേരിക്കക്കും ബ്രിട്ടനുമൊക്കെ, ഫ്രാൻസിനും ജർമ്മനിക്കും റഷ്യക്കുമൊക്കെ ഒരേ സ്വരത്തിലെ അഭിപ്രായമാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പത്രകോളങ്ങളിൽ കാണുന്ന ഈ അധര വ്യായാമങ്ങൾ വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലിന്റെ പേരിലുള്ള ചില പിരിമുറുക്കങ്ങളുടെ വാക്കുകൾ മാത്രമാണ്. മനുഷ്യന്മാരെ വിഡ്ഢികളാകരുത്. റഷ്യക്കാർ അമേരിക്കക്കാരെ ആക്ഷേപിക്കുമ്പോൾ റഷ്യക്കാർ നമ്മുടെ കൂട്ടത്തിലാന്ന് വിചാരിക്കരുത്. വിഭവത്തിന്റെ ക്വാണ്ടിറ്റി അമേരിക്ക കിട്ടുന്ന അത്ര അവർക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ റഷ്യയുടെ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴത്തേന് വിചാരിക്കും റഷ്യക്കാർ നമ്മളെ കൂടെയാണ്. ഇവർ അതിനേക്കാൾ വലിയ ആക്രമികളായതുകൊണ്ടല്ലേ ചെച്ചന്യയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അനവധി പള്ളികൾ റഷ്യക്കാരാണ് ഇന്നും പൂട്ടിക്കിടപ്പാൻ. അനവധി പള്ളികൾ പൂട്ടി. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ റഷ്യയിൽ പാമീർ പർവ്വതനിരകൾക്ക് താഴെയുള്ള തുർക്കിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങളുടെ മുഖത്തിൽ നിന്ന് നഖാബ് വലിച്ചു കീറിയ കാലഘട്ടമുണ്ടായി. മുസ്ലിം പെൺകുട്ടികളുടെ മുഖം മറക്കുന്ന മുഖമക്കനകൾ വലിച്ചു കീറിയില്ലേ ഈ റഷ്യൻ പട്ടാളക്കാർ? ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഒരു പ്രസ്താവന ഇറക്കുന്നത് ചിന്തിക്കണം. ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവണത ഉണ്ട് നമ്മളെ നാട്ടിനിടയിൽ. ഏതെങ്കിലും ലോകകപ്പ് വരുമ്പോൾ ഈ കളറുള്ള ചില കൊടികൾ ഇങ്ങനെ തൂക്കി വെക്കും. നമ്മളെ പ്രദേശത്ത്, മുസ്ലിം പ്രദേശങ്ങളിൽ അത് കൂടുതൽ കാണുന്നത്, മലപ്പുറം ജില്ലയിൽ കൂടുതൽ കാണുന്നു. അത് ഹറാമാണ്. ആ പ്രവർത്തനം ഹറാമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബ്രസീൽ, അർജന്റീന, ബൊളീവിയ പിന്നെ അടക്കമുള്ള പ്രദേശങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള പ്രദേശങ്ങളുടെ കൊടി തൂക്കൽ ഹറാമാണ്. ആ കൊടി തൂക്കുന്നത് ഹറാമാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനോടും ആ സമൂഹത്തോടും ശത്രുത ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല, ഈമാനുള്ളവർക്ക് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു രാജ്യത്തിന്റെ കൊടി എന്നത് ആ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ദേശീയ പതാക രാത്രിയിൽ ഉയർത്താൻ പാടില്ല. കാരണം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണത്. ഈ അടുത്ത കാലത്ത് ഈ പ്ലാസ്റ്റിക്കിൽ ദേശീയ പതാക അടിച്ചു വന്നപ്പോൾ വരെ അതിൻ്റെ പേരിൽ വിഷയങ്ങൾ പലതുമുണ്ടല്ലോ നാട്ടിൽ. എന്തുകൊണ്ട്? അതൊന്നും രാജ്യത്തെ ദേശീയ പതാക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അശോക ചക്രം ഉല്ലേഖനം ചെയ്ത ഇന്ത്യ രാജ്യത്തെ ദേശീയ പതാക ഇന്ത്യക്കാരുടെ അഭിമാനം തന്നെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദോസിത്താൻ ഹമാര നമ്മുടെ ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പൂങ്കാവനം നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക്. അപ്പൊ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, ഇവര് രാജ്യത്തിൻ്റെ അഭിമാനമാണ് ആ രാജ്യത്തിൻ്റെ പതാക എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ സ്വഭാവമാകട്ടെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങാടികളിൽ, മലപ്പുറം ജില്ലയിൽ ഞാൻ ഈ ഹറാം പല നാട്ടിലും കണ്ടു. മുസ്ലിമീങ്ങൾ 1% മറ്റുള്ളവരില്ലാത്ത മുസ്ലിം പ്രദേശങ്ങളിൽ
മുസ്ലിം ചെറുപ്പക്കാർ റമളാൻ മാസത്തിലടക്കമുള്ള സമയങ്ങളിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പതാകകൾ, അന്യരാജ്യത്തിന്റെ പതാകകൾ തൂക്കുന്നു, അവരെ തശ്ജീഅ് ചെയ്യുന്നു, അവരെ ഭാഗത്ത് നിൽക്കുന്നു. സൈനുദ്ദീൻ സിദാൻ എന്ന ഏതോ ഒരുത്തൻ ഫ്രാൻസിലുണ്ട് എന്ന പേരിൽ ഫ്രാൻസിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ഈ ഫ്രാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണം. ലോകരാജ്യങ്ങൾക്കിടയിൽ മുഖം മറച്ച് പർദ്ദ അണിഞ്ഞൊരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടിയെ സ്കൂളിൽ കയറ്റരുത്, പർദ്ദ അണിഞ്ഞ പെണ്ണിന് ഓഫീസിൽ ജോലി കൊടുക്കരുത് എന്ന് ലോകത്താദ്യമായി നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസാണ്. ലോകത്താദ്യമായി നിയമം കൊണ്ടുവന്നത് ഫ്രാൻസാണ്. ഒരു പെണ്ണ് അവളെ അവയവങ്ങൾ മറച്ചിട്ട് സ്കൂളിൽ വരികയാണെങ്കിൽ, ഓഫീസിൽ വരികയാണെങ്കിൽ അവളെ ഇറക്കി വിടണം എന്ന് ലോകരാജ്യത്താദ്യം നിയമം പാസാക്കിയത് ഫ്രാൻസാണ്. അവിടെ സൈനുദ്ദീൻ സിദാൻ ഉണ്ടായാലും വേണ്ടില്ല, ഇനി വേറൊരാളുണ്ടായിരുന്നു. ചിന്തിക്കണം. എന്നാൽ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കും. എന്നിട്ടോ ഇതുപോലെ വിഭവങ്ങൾക്ക് വേണ്ടി അതിന്റെ പേരിൽ അവർ തല്ലുകൂട്. സുപ്രയിൽ വെച്ച ഭക്ഷണത്തളികയിലെ വെച്ച ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ആളുകൾ ആർത്തി കാണിക്കും പോലെ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടി അന്യരാജ്യക്കാർ കൈ നീട്ടി വരിക എന്ന് മുഹമ്മദ് നബി. അപ്പൊ പിന്നെ നമ്മളെ അവർക്ക് ഇത്രയും നമ്മളുണ്ടായിട്ട് പേടി ഉണ്ടാവൂലേ എന്ന് സഹാബികൾ ചോദിച്ചു. അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറെ ആളുകൾ ഉണ്ടായിട്ട് ഞങ്ങളെ അവർ ഭയപ്പെടുന്നില്ലേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ന് ഞങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാകുമോ എന്ന് ചോദിച്ചു. ഖാലല്ല, നിങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാവുകയില്ല. ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. വലാകിൻ ബൽ അൻതും കസീർ, നിങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യത്തെ പോലെയാവുക. പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യം പോലെ പൊങ്ങുതടിയാവുക. നിങ്ങൾക്ക് സ്വയമായി ദിശാബോധമില്ലാതെയാവുക. നിങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് കാലഘട്ടത്തിന്റെ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയ നാശം. ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്ന സമൂഹം വരികയെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ബഅൻ ബിബാൾ. ചാണിന് ചാണായും ബഅൻ ബിബാൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് എതിരായ ആളുകളുടെ സംസ്കാരത്തിന്റെ പിന്നാലെ കൂപ്പുകുത്തുക. ഇതൊക്കെ തന്നെ ഈ ദരിദ്രന്മാരുടെ നാടായ മലയാളക്കരയിൽ പോലും ചെറുപ്പക്കാർ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൽ വരെ നമ്മളെ ചെറുപ്പക്കാർ ആ കാര്യത്തിൽ വരെ മത്സരിക്കുക. അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുക. അവർ നമ്മെ കൊല്ലുക. അവർ നമ്മെ അമേരിക്കൻ ഐക്യ നാടുകളിൽപ്പെട്ട പ്രദേശങ്ങളാണ് ബ്രസീൽ അടക്കമുള്ള രാജ്യം. അവിടെ ഒരു റൊണാൾഡോ ഉണ്ടായാൽ നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരിക്കൽ അരീക്കോട് നിന്ന് ബസ് കയറിയപ്പോൾ ഉണ്ട് ഒരു 5-8 ചെറുപ്പക്കാർ തലമുടിയിൽ ഇവിടെ മാത്രം മുടി വെച്ചിട്ട് ഇങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ടീം മാർക്ക കല്യാണം കഴിച്ചതാണ്. മുസ്ലിം എന്ന് ഞാൻ പറയണില്ല, അങ്ങനെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു വില ഉണ്ടല്ലോ. അപ്പോൾ ഈ മാർക്കം കല്യാണം കഴിച്ച ടീമാണ്. ഞാൻ അരീക്കോട് നിന്ന് ഒരിക്കൽ ബസ് കയറി, അപ്പോൾ ചെറുപ്പക്കാർ ഇവിടെ എങ്ങനെ വെച്ചതാ. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കപ്പിൽ എന്താ ആ ചങ്ങാതിൻ്റെ പേര് പറയാ, റൊണാൾഡോൻ്റെ മുടി അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കുക, റൊണാൾഡോ മുടി എങ്ങനെയാ നിങ്ങൾക്കറിയില്ലേ? റൊണാൾഡോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്കൊന്നും അറിയൂല. ഈ സാധുവായ മുസ്ലിയാരായ എനിക്കൊക്കെ അറിയും, നിങ്ങൾക്കൊന്നും അറിയൂല. എന്താ നിങ്ങളെ വിളവ്? നിങ്ങൾ ചിന്തിക്കുക ചെറുപ്പക്കാരെ. ഇതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമ് തന്നെയാ. അതൊക്കെ തനി ഹറാമാണ്. അവരുടെ പേരിൽ പ്രത്യേകമായ ക്ലബുണ്ടാക്കൽ ഹറാമാണ്. ഈ വിദേശ രാജ്യങ്ങളുടെ പേരിൽ ക്ലബുണ്ടാക്കൽ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത രാജ്യത്തിൻ്റെ പേരിൽ ക്ലബുണ്ടാക്കുകയും അവർക്ക് വേണ്ടി വീര്യം നൽകുകയും ചെയ്യുന്നത് ഹറാമാണ്. നട്ടപ്പാതിര 2 മണിക്ക് വരെ ചെറുപ്പക്കാർ, എനിക്കറിയാം, മരം കോച്ചുന്ന തണുപ്പിലും മഴയിലും ചെറുപ്പക്കാർ ഇരുന്നിട്ട് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ കോപി വിളിക്കുന്നു. അതിൻ്റെ പിന്നാലെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇത് അരീക്കോടിൻ്റെ മാത്രം കാര്യമല്ല, അറബ് ലോകത്ത് പോലും ഞാനത് കണ്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചുപോയ ദിവസത്തിൽ കേരിച്ച് റൂമിൽ കിടക്കുന്ന അലമുറയിട്ട് റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കേട്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചന്ന്
എന്താ പറയാ, ഡയാന മരിച്ചന്ന്, ചാൾസിന്റെ ഭാര്യയായ ഡയാന മരിച്ച അന്ന്, ആ ദിവസം ചാൾസ് രാജകുമാരന്റെ വധുവായിരുന്ന ഡയാന മരിച്ച ദിവസം വിഷമിച്ച റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് അതോടുകൂടെയല്ലേ നിങ്ങളെ പറ്റിയുള്ള ഭയം അല്ലാഹു അവരെ മനസ്സിൽ നിന്ന് എടുത്തു കളയുമെന്ന് മുഹമ്മദ് നബി.